യാത്രക്കാരെ റെയിൽവേ ഞെരിച്ചുകൊല്ലുകയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള. വടകര റെയിൽവേ സ്റ്റേഷനിൽ മുസ്ലിം യൂത്ത് ലീഗ് വടകര മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. കണ്ടില്ലെന്ന് നടിച്ചാലേ സമരത്തിന്റെ രൂപം മാറും, സമരത്തിന്റെ കോലം മാറും. യാത്രക്കാരെ റെയിൽവേ ഞെരിച്ചുകൊല്ലുകയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള. വടകര റെയിൽവേ സ്റ്റേഷനിൽ മുസ്ലിം യൂത്ത് ലീഗ് വടകര മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലബാറിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് വടകര. എന്നാൽ ഇവിടെ നിർത്തുന്ന ട്രെയിനുകളുടെ ലിസ്റ്റും യാത്രക്കാരുടെ എണ്ണവും പരിശോധിച്ചാൽ അത് അപര്യാപ്തമാണെന്ന് മനസ്സിലാകും. കൂടുതൽ യാത്രക്കാർ ആശ്രയിക്കുന്ന പരശുറാം, നേത്രാവതി എന്നീ എക്സ്പ്രസുകളിൽ കോച്ചുകൾ വെട്ടിക്കുറച്ചതോടെ ദുരിതസമാനമായ യാത്രയാണ്. ഇതിനിടയിൽ വാഹന പാർക്കിംഗ് ഫീസ് കൂടി അമിതമായി വർദ്ധിപ്പിച്ചത് ജനങ്ങളോടുള്ള ക്രൂരതയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഓട്ടോ തൊഴിലാളികൾ യാത്രക്കാരെ കയറ്റാൻ നിർത്തുന്നതിനു പോലും പൈസ നൽകേണ്ടി വരുന്നത് അപഹാസ്യമാണെന്നും ഇത് നിർത്തണമെന്നും പാറക്കൽ കൂട്ടിച്ചേർത്തു. യാത്രക്കാർ കൂടുകയാണ്. എന്നിട്ടും അധികൃത ഭാഗത്ത് നിന്ന്, ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന്, കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വളരെ മോശമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. യാത്രക്കാരെ കൊള്ളയടിക്കാനും യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാനുമുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇപ്പൊ ഇവിടെ പാർക്ക് ചെയ്യുന്ന ആളുകൾ, ഇപ്പൊ ഈ ഓട്ടോറിക്ഷക്കാർ ഇന്ന് വരെ ഇവിടെ ആളുകളെ എടുക്കാൻ വേണ്ടി വരുന്നതാണ്. അവരിന്ന് വരെ ഇവിടെ മാത്രമല്ല, കേരളത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷനിലും അവർ മാസം ഒരു ഫീ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം എവിടെയുമില്ല. ഇന്നിപ്പോ ഇവരൊക്കെ മാസം 3 മാസം കൂടുമ്പോൾ 600 രൂപ കൊടുക്കണം എന്നാണ് പറയുന്നത്. വരുന്ന യാത്രക്കാർ 12 മണിക്കൂർ വെച്ചാൽ 15 രൂപ ബൈക്കിന് കൊടുക്കും. ഇവിടെ ആളുകൾ ജോലിക്ക് പോകുന്നത് വെറുതെ തമാശക്ക് പോകുന്നത്, അവരുടെ അന്നം തേടി പോകുന്ന ആളുകൾ, അവർക്ക് സൗകര്യമൊരുക്കേണ്ടതാരാ? ഇത് ആരുടെയെങ്കിലും തറവാട്ടുമൊക്കെ സ്വന്തമായുള്ളതല്ല. ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടാണ് ഈ വികസനമൊക്കെ നടക്കുന്നത്. ജനങ്ങൾ മുണ്ട് മുറുക്കി ഉടുത്താണ് നികുതി കൊടുക്കുന്നത്. നികുതി കൊടുക്കുന്നത് എന്തിനാ? ഇതുപോലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാനാണ്. പരിപാടിയിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ PKC അധ്യക്ഷത വഹിച്ചു. ജില്ലാ യൂത്ത് ലീഗ് സെക്രട്ടറിമാരായ NP ഷാജഹാൻ, ഷുഹൈബ് കുന്നത്ത്, മലബാർ പാസഞ്ചർ ഫോറം ചെയർമാൻ അബ്ദുൽ കരീം മാനസ, റാഷിദ് പാനോളി, യൂത്ത് ലീഗ് നിയോജക മണ്ഡലം ട്രഷറർ മുനീർ പനങ്ങോട്ട്, TN റഫീഖ്, ഹാരിസ് ഒഞ്ചിയം എന്നിവർ സംസാരിച്ചു. യൂത്ത് ലീഗ് ഭാരവാഹികളായ ഷംസീർ VP, ജാസിം പണിക്കോട്ടി, അക്ബർ KC, അബ്ദുൽ ഗനിയൻ, ആസിഫ് OK എന്നിവർ നേതൃത്വം നൽകി. ജനറൽ സെക്രട്ടറി അൻസീർ പാനോളി സ്വാഗതവും വൈസ് പ്രസിഡന്റ് R സിറാജ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ, വടകര. ഡിഗ്രി കഴിയുമ്പോൾ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി ആയാലോ? അതെ, മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം. BA, BCom, BBA വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, BA, BCom, BBA വിത്ത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, BWOC in ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, BWOC in ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്. കൂടാതെ +1, +2 നിയോസ് 6 months, +2 BOSS-E 6 months. വെൽ ഫർണിഷ്ഡ് ക്ലാസ് റൂംസ് ആൻഡ് ഫുള്ളി എക്യുപ്ഡ് ലാബ്സ്. അച്ചടക്കത്തോടെയുള്ള ക്ലാസുകൾ. ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസ് ഇന്റർവ്യൂ. 100% വിജയം ഉറപ്പു നൽകുന്നു. ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ. നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ. മഹാരാജാസ് കോളേജ്, പച്ചക്കറിമുക്ക്, മേപ്പയിൽ, വടകര.